നമസ്കാരം. 7 കടലുകൾ താണ്ടി അമേരിക്കയിലേക്ക് ഒരു മലയാളി എത്തുകയാണ്. ഈ വരവിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം എത്തിയിരിക്കുന്നത് സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്താണ്. എം സിനൻ, വെൽക്കം ടു USA. താങ്ക് യു. ഒരു മലയാളി മംഗലാപുരത്തു നിന്നും യാത്ര പുറപ്പെടുന്നു, അതും സ്വന്തം കാറിൽ ഇവിടം വരെ എത്തി. ഏകദേശം എത്ര നാളെടുത്തു ഇതിനൊരു പ്രിപ്പറേഷന് വേണ്ടി? ഡ്രൈവും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് നമുക്ക് വേണ്ടി പറയാം. പ്രിപ്പറേഷൻ ഏകദേശം 5 വർഷം എടുത്തു. 2018 ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ. ആദ്യം ഞാൻ ഫ്ലൈറ്റ് വഴി ഒന്ന് വേൾഡ് ടൂർ ചെയ്യണം എന്നുള്ള താല്പര്യത്തിലാണ്. ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളൊക്കെ പഠിച്ചു, വിസ എടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ സഡനായിട്ട് കോവിഡ് വന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അതിനുശേഷം 2021 പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, റിസർച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെയാണ് എന്തുകൊണ്ട് വണ്ടിയിൽ ചെയ്തുകൂടാ എന്നുള്ള ഐഡിയ വന്നു. പിന്നെ വണ്ടിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയി നമ്മൾക്ക് ഉപകാരപ്പെടുന്ന, നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ടൂറിസമും പിന്നെ ഇന്ത്യൻ വെഹിക്കിളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു യാത്ര കഴിഞ്ഞ ഒരു 12 മാസം, കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം 12 മാസമായി 50ഓളം രാജ്യങ്ങൾ കവർ ചെയ്തു, 45,000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു, ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇവിടം വരെ എത്തി. ഇനിയും ഒരു 25 രാജ്യം കവർ ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പിലാണുള്ളത്. ഏകദേശം 30 വയസ്സ്. അതെ. അപ്പോൾ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും ഒരുപാട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാമിലിയെക്കുറിച്ച് എന്താ പറയാം? ഫാമിലി നല്ലോണം സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും. മോറലിയും പിന്നെ മോറൽ മെയിൻ സപ്പോർട്ട് നമുക്ക് ആവശ്യമുള്ളൂ. മെന്റൽ സപ്പോർട്ടാണ് വേണ്ടത്. അതൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു വലിയൊരു അഡ്വഞ്ചറാണ്, ആരും ചെയ്യാത്തൊരു സംഭവമാണ്. അതായത് നാട്ടിൽ നിന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് വരിക, ഷിപ്പ് ചെയ്ത് നമുക്ക് നേരെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഡ്രൈവ് ചെയ്ത് 50ഓളം രാജ്യം കവർ ചെയ്ത് വരാം, അതും ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നല്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു. പ്രൊഫഷണലി ഒരു ആർക്കിടെക്റ്റാണ്. അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി? കാരണം എല്ലാവർക്കും ഓരോ തീരുമാനങ്ങൾക്കും അതിന് പിന്നിലൊരു എയിം കാണും. അപ്പം എന്തുകൊണ്ടാണ് സിനൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ദുബായിലാണ്. ദുബായിൽ ടൂറിസം ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ടൂറിസം ഇൻഡസ്ട്രി എന്നത് ഏറ്റവും താഴത്തെ രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. അതിനെപ്പറ്റി ആൾക്കാർക്ക് ഇതില്ല, എന്താ പറയുക, ഒരു എഡ്യൂക്കേറ്റഡ് അല്ല. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ ഇന്ത്യൻ ടൂറിസം അല്ലെങ്കിൽ നമ്മുടെ കേരള കർണാടക ടൂറിസം ഒക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം, നമുക്ക് ആൾക്കാരിലോട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാം, നമ്മളെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യം. അതായത് പുറം രാജ്യത്ത് എന്തൊക്കെയുണ്ട്, നമ്മുടെ രാജ്യത്തേക്ക് എന്തൊക്കെയില്ല, നമ്മളുള്ള റിസോഴ്സിനെ വെച്ചിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യത്തിന് ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇന്ത്യൻ വണ്ടിയും, അതുകൊണ്ടാണ് ഇന്ത്യൻ വണ്ടി തന്നെ ചൂസ് ചെയ്ത്. ഇന്ത്യൻ വണ്ടി മറ്റുള്ള ജാപ്പനീസും ജർമ്മൻ വണ്ടികൾക്കാൾ സെയിം അതേ ഒരു കോമ്പറ്റീറ്ററാണ് നമ്മൾ എന്ന് പ്രൂവ് ചെയ്യാൻ ഇന്ത്യൻ ടൂറിസമും ഇന്ത്യൻ വണ്ടിയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിലുള്ളൊരു യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ കവർ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ, ഇപ്പം പാസ്പോർട്ട് ആണെങ്കിൽ, ഇപ്പം നമ്മളൊരു വ്യക്തി അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലേക്ക് പോവുകയാണെങ്കിൽ പാസ്പോർട്ട് വേണം, വിസ വേണം. അപ്പം ഒരു വാഹനം നമ്മൾ നാട്ടിൽ നിന്നും ഇവിടം വരെ എത്തിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്? നമുക്ക് വണ്ടി ഓടിക്കാൻ വണ്ടിക്ക് ഒരു പാസ്പോർട്ട് എടുക്കണം. കാറിനെന്ന് പറയും. കാറിന് പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ദുനിയാവിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് എടുത്തു. അതിന് ഏകദേശം 1 വർഷം വാലിഡിറ്റി ഉണ്ടാവും. പിന്നെ അത് നമുക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിൽ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ പാകിസ്ഥാൻ പോലത്തെ രാജ്യത്ത് നമുക്ക് എൻട്രി ഇല്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. മിക്കുള്ള എല്ലാ രാജ്യത്തും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 വർഷത്തിന് അവർ ഇഷ്യൂ ചെയ്ത് തരും. ഏകദേശം 7 lakh rupees അതിന് ചാർജ് ആവും. അതിൽ 5 lakh rupees ആസ് ഡെപ്പോസിറ്റും പിന്നെ 2 lakh rupees അതിൻ്റെ ഫീസായിട്ട് ഏകദേശം 7 lakh അതിന് എക്സ്പെൻസസ് ഉണ്ട്. സോ അതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ള വിസ ആവശ്യമുള്ളൂ. നമ്മളുടെ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണം ട്രാവൽ ചെയ്യാം. അപ്പം സിനൻ വരുന്നത് ആക്ച്വലി മംഗലാപുരത്ത് നിന്നാണ്. അപ്പോൾ ആ ഒരു റൂട്ട് മാപ്പ് അമേരിക്ക വരെ വന്നത് എങ്ങനെയായിരുന്നു? ഞാൻ മംഗലാപുരത്ത് നേരെ മുംബൈയിലോട്ട് ഡ്രൈവ് ചെയ്തു. മുംബൈയിൽ നിന്ന് ദുബായ് വരെ ഞാൻ ഷിപ്പ് ചെയ്യേണ്ടിവന്നു. കാരണം ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഷിപ്പ് ചെയ്തു. പിന്നെ ദുബായ് മുതൽ ഇറാഖ്, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ അങ്ങനെ വഴി നമ്മൾ ഇറാൻ വഴി ഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത് ഏകദേശം 45 രാജ്യത്തോളം ഞാൻ ഡ്രൈവ് ചെയ്ത് UK-യിലെത്തി. UK-ന്ന് ഞാൻ നേരെ ഹാലിഫാക്സ് വരെ ഷിപ്പ് ചെയ്തു. കാനഡയിലെ ഒരു അറ്റമായ ഹാലിഫാക്സ് അവിടെ ഷിപ്പ് ചെയ്തു. ഒരു 5 ദിവസം ഷിപ്പിംഗ് ഉള്ളൂ. അവിടുന്ന് പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാനഡ മൊത്തം കവർ ചെയ്ത് ടൊറോണ്ടോ പോയി, അവിടുന്ന് US-ൽ എൻ്റർ ആയി, അവിടുന്ന് ബോസ്റ്റൺ പോയി, ബോസ്റ്റൺ ഇപ്പോൾ ന്യൂയോർക്ക് എത്തി. ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മളെ ഈ ന്യൂജേഴ്സി ഒക്കെ കവർ ചെയ്തു, മയാമി, ഫ്ലോറിഡ ഒക്കെ പോയി, അവിടുന്ന് കാലിഫോർണിയ വരെ പോയി, അവിടുന്ന് പിന്നെ ഓസ്ട്രേലിയ പോകും. ഓസ്ട്രേലിയ പോയിട്ട് പിന്നെ അവിടുന്ന് സിംഗപ്പൂർ പോകും. സിംഗപ്പൂർ പോയി പിന്നെ നമ്മളെ ഈ മലേഷ്യ, സിംഗപ്പൂർ, ലാവോസ്, വിയറ്റ്നാം, ബംഗ്ലാദേശ്, നേപ്പാളൊക്കെ കവർ ചെയ്ത് പിന്നെ ഇന്ത്യയിലോട്ട് വരാൻ. അതായത് ഭൂമിക്ക് ഒരു ചുറ്റു വരിക നമ്മളെ ഇന്ത്യൻ വണ്ടി കൊണ്ട്, നമ്മൾ ഇന്ത്യൻ ടൂറിസത്തിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു മോട്ടോയിലാണ് ഞങ്ങൾക്കുള്ള. ഓക്കെ. അപ്പം ഇനി ഇപ്പം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിലെ കാലാവസ്ഥയല്ല അമേരിക്കയിൽ വരും. ഇപ്പോൾ ഇവിടെ സ്നോ ടൈമാണ്. അപ്പം ഇപ്പം ഒരു വാഹനമാണ്, അതിൻ്റെ ഒരു മെക്കാനിക്കൽ സൈഡുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ എങ്ങനെയാണ് സാധാരണ കവർ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ
ഒരു സ്വയമേ അതിനുള്ള എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടോ? ഇത് പുതിയ വണ്ടിയായിരുന്നു, വലിയ മെക്കാനിക്കൽ ഇഷ്യൂസ് വന്നിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ എനിക്ക് തേർഡ് പാർട്ടി ആൾക്കാരൊക്കെ ഇങ്ങനെ പല ആൾക്കാരും മലയാളികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ മലയാളികൾ വിളിച്ചു വരുത്തും, ഇത് ഇവിടെ നമുക്ക് ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഓയിൽ ചേഞ്ച് ആയിക്കോട്ടെ, അതാണ് മേജർ ആയിട്ടുള്ള ഓയിൽ ചേഞ്ച്. അത് പിന്നെ ആർക്കും ചെയ്യാം. ഓയിൽ ചേഞ്ച് ആയിക്കോട്ടെ, അല്ലാതെ ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ഫിക്സ് ചെയ്ത് തരും. പിന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ട്, ഏകദേശം 4 മാസമായിട്ട് ഫേസ് ചെയ്യാം വണ്ടിയുടെ. അത് മഹീന്ദ്ര തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം മഹീന്ദ്ര വേറെ എവിടെയും എക്സിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ പോയാലേ ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ചെയ്യാൻ സാധ്യതയുണ്ട്. അവരുടെ സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് മെസ്സേജ് എത്തിയിട്ടുണ്ടാവും തോന്നുന്നില്ല, ഇതുവരെ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട് അവർ. അപ്പോൾ അഥവാ അവർ കണ്ടു കഴിഞ്ഞാൽ വിളിക്കുന്ന പ്രതീക്ഷയുണ്ട്. അതുപോലെ നാട്ടിൽ നിന്നും ഇവിടെ വരെ വരുന്നതിന് ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്. അപ്പം ഇത്രയും രാജ്യങ്ങൾ കവർ ചെയ്ത് വരുമ്പോൾ അതിന് നല്ലൊരു സാമ്പത്തികമായിട്ട് നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. അപ്പം ഇതിനെന്തെങ്കിലും സ്പോൺസേഴ്സോ അങ്ങനെ വേറെ ആരെങ്കിലും സപ്പോർട്ടീവായിട്ട് സിനിമയെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ? എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് ഈ പൈസ മാത്രമാണ്. കാരണം എനിക്ക് ഇപ്പോൾ ഈ ഒരു കറണ്ട് കണ്ടീഷനിൽ ആരോഗ്യപരമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചാലഞ്ചിങ് പരമായിട്ടോ സമയത്തിന്റെ പരമായിട്ടോ അതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ കൂടെ അല്ല, ഈവൻ ഈ വിസ ആയിക്കോട്ടെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫിനാൻഷ്യൽ മാത്രം പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെ ഞാൻ സ്പോൺസർ 1-2 ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അവരൊക്കെ ഈ ഒരു ചാലഞ്ച് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്ക് ഓഫ് ചെയ്തു, നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്കിത് ചെയ്തേ പറ്റുന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി, ഉള്ള എൻ്റെ കയ്യിലുള്ള വെച്ച് ഇറങ്ങി. പിന്നെ പല സ്ഥലത്തും ചെറിയ ചെറിയ ആയിട്ടുള്ള ആൾക്കാർ ഗിഫ്റ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള സഹായങ്ങളൊക്കെ പല സ്ഥലത്തും ചെയ്യും. അപ്പോൾ ആകെ കൂടി ഞാനിപ്പോൾ കറന്റ്ലി നോക്കുന്നത് ഇപ്പോൾ ഇനി ഇവിടുന്ന് ഓസ്ട്രേലിയ പോകണം. അപ്പോൾ ഒരു ഭയങ്കര ചിലവാണ്. ഷിപ്പിങ്ങിന് തന്നെ ഏകദേശം 10 ലക്ഷം രൂപ അവിടെ എത്താൻ വണ്ടി സാധനം. അപ്പോൾ അതൊക്കെ ഞാൻ സ്പോൺസറൊക്കെ നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പല മലയാളീസും പിന്നെ പല നമ്മളെ കർണാടകക്കാരും ഒരുപാട് ആൾക്കാർ എന്നെ സഹായിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ചെറുതായിട്ട് ഓരോ രാജ്യത്ത് പോകാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക. കാരണം ഇതൊരു ചാലഞ്ചാണ്, ഇതൊരു ഇൻകം ജനറേറ്റ് സോഴ്സ് അല്ല എൻ്റെ. ഇതൊരു ഇങ്ങനെ വേൾഡിൽ ആരും ചെയ്യാത്തൊരു ചാലഞ്ച്, അതായത് സ്പെഷ്യൽ ഇന്ത്യൻ വണ്ടി വെച്ചിട്ട് ചെയ്യാത്തൊരു ചാലഞ്ചാണ്. ആ ഒരു ചാലഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. അത് എങ്ങനെയെങ്കിലും റെഡി ആവുന്നതാണ് എൻ്റെ ഒരു വിചാരം. അതുപോലെ സിനിമ ഫോളോവേഴ്സ് ആണെങ്കിലും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ന്യൂയോർക്കിലാണെങ്കിൽ തന്നെ പല ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്ന ഈവൻ കുട്ടികൾ ഉൾപ്പെടെ. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ആണെങ്കിലും 24 ടീം എത്തിയപ്പോൾ തന്നെയും ഞാൻ കാണുന്ന ഒത്തിരി കുട്ടികൾ വന്ന് അവരൊക്കെ വന്ന് വാഹനത്തിനുള്ളിൽ കയറുന്നു, അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, ഇത് ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന പുതിയ തലമുറയോടും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവരോടും ഇപ്പം ഒരു ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് സിനിമ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാൻ? നമ്മൾ ഏത് രാജ്യത്ത് പോയി നിന്നാലും ഒരു സ്ഥലത്ത് ഒരു സമയത്ത് നമ്മളെ രാജ്യത്ത് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്ന ചെറിയൊരു കാര്യം രാജ്യത്തോട്ട് വേണ്ടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളവരാണ്. നമുക്കറിയാം എല്ലാവർക്കും ഇത് പറ്റുന്ന വരില്ല. ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റാണ് നമ്മൾ എല്ലാ യങ്സ്റ്റേഴ്സിനുള്ളത്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ചാലഞ്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എൻഡ് ഓഫ് ദി ഡേ വിൽ ഗോ ബാക്ക്. ആ ഒരു ഇത് എന്തായാലും ഉണ്ടല്ലോ, അതാണ് എൻ്റെ പുതു തലമുറക്ക് പറയാൻ വരുന്നത്. എന്തെങ്കിലും നമ്മൾ രാജ്യത്തിന് വേണ്ടി, നമ്മളെ സ്റ്റേറ്റിന് വേണ്ടി, കൺട്രിക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇത്രയും രാജ്യങ്ങൾ കവർ ചെയ്ത് അതും വളരെ ചെറിയ ഒരു പ്രായത്തിൽ 30 വയസ്സിൽ, അത് മാത്രമല്ല 8 ദിവസം മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞിനെ കണ്ടതിന് ശേഷമാണ് യാത്ര തിരിച്ചത്. അപ്പം എല്ലാവിധ ആയുസ് ആരോഗ്യങ്ങൾ എല്ലാം തന്നെയും ഉണ്ടായിരിക്കട്ടെ. ഇനിയും എവിടെങ്കിലും ഓരോ ഭാഗങ്ങളിൽ വെച്ച് ഒരുപാട് മലയാളികളെ കണ്ടുമുട്ടും എന്നുള്ളത് ഉറപ്പാണ്. മലയാളി എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും. അപ്പം എല്ലാ ഹെൽപ്പിനും എല്ലായിടത്തും മലയാളികൾ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നോട്ട് വരട്ടെ, സാമ്പത്തികമായിട്ടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വരട്ടെ. ഇത്രയും നേരം ഈ ഒരു ചുരുങ്ങിയ കാലത്തേക്കാണ് അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഒരുപാട് സ്റ്റേറ്റുകൾ പോകണം, ഒരുപാട് രാജ്യങ്ങൾ പോകണം. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് സംഭവിക്കട്ടെ, എല്ലാം നന്നായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്.